ഹായ്, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ഞാൻ ആദ്യം തന്നെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഡോട്ട് ആൻഡ് കീൻ്റെ മോയ്സ്ചറൈസറാണ്. എൻ്റെ സ്കിൻ നല്ല ഓയിലാണ്, അതുകൊണ്ട് തന്നെ അധികം മോയ്സ്ചറൈസേഴ്സും എനിക്ക് പറ്റാറില്ല കേട്ടോ. പക്ഷേ ഡോട്ട് ആൻഡ് കീൻ്റെ മോയ്സ്ചറൈസർ എനിക്ക് നന്നായി തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ട് അത് തന്നെ യൂസ് ചെയ്യാറ്. ഈ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലോ കിട്ടണ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അതേപോലെ ഫേസിന് നല്ലൊരു ബ്രൈറ്റൻ എഫക്റ്റും ഒക്കെ കിട്ടും കേട്ടോ. അടുത്ത് നമുക്ക് സൺസ്ക്രീൻ ഇടാവേ. ഞാൻ കഴിഞ്ഞ ദിവസം പേർപ്പിളിൽ പോയ സമയത്താണ് ഗുഡ് വൈബ്സിൻ്റെ സൺസ്ക്രീൻ മേടിച്ച്. നല്ലൊരു പ്രൈസ് വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സൺ പ്രൊട്ടക്ഷൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷൻ കുറയാനും അതേപോലെ ഡാർക്ക് സ്പോട്ട്സ് കുറയാനൊക്കെ ഈ സൺസ്ക്രീൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്തതൊരു BB ക്രീം ഇടും. ഞാൻ എപ്പോൾ പോകുമ്പോഴും BB ക്രീം മാത്രമായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ നോർമലി അങ്ങനെ ഫൗണ്ടേഷനും കൺസീലറൊന്നും യൂസ് ചെയ്യാറില്ല. ഒന്നും ഉണ്ടായിട്ടല്ല, എനിക്ക് എൻ്റെ കറക്റ്റ് ഷെയ്ഡ് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം ഞാൻ നോർമലി BB ക്രീം മാത്രമാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത ശേഷം നമുക്ക് ഫേസിന് നല്ലൊരു ഫൗണ്ടേഷൻ ഇട്ട പോലത്തെ ഒരു എഫക്റ്റ് കിട്ടും. നല്ല ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് യൂസ് ചെയ്യാറ്. ഈ BB ക്രീം യൂസ് ആക്കുന്നതിന് മുമ്പ് നല്ലോണം സ്കിൻ മോയ്സ്ചറൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വൈറ്റ് കാസ്റ്റ് ഒക്കെ വരുന്ന പോലെ തോന്നും കേട്ടോ. പക്ഷെ നല്ലോണം മോയ്സ്ചറൈസ് ഒക്കെ ചെയ്തിട്ടാൽ നല്ലൊരു അടിപൊളി എഫക്റ്റ് കിട്ടും. പിന്നെ ഐബ്രോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത്, ഞാൻ ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാട്ടോ യൂസ് ചെയ്യാറ്. കുറേ കാലമായിട്ട് അത് തന്നെ യൂസ് ചെയ്യാറ്. ഐബ്രോസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് ഈ ഗെറ്റ് റെഡി വിത്ത് മീയിലെ ഏറ്റവും എക്സൈറ്റിംഗ് പാർട്ട് ലിപ്സ്റ്റിക്ക് ഇടുന്നത് തന്നെയാണ് കേട്ടോ. ഓഫ് കോഴ്സ് ഞാനൊരു ലിപ്സ്റ്റിക് പാഷനറാണ്. സോ പെട്ടെന്ന് ലിപ്സ്റ്റിക് എടുത്ത് കൈപ്പിടിച്ചപ്പോഴാണ് അവിടുത്തെ ലിപ് ലൈൻ ചെയ്തിട്ടില്ല. ഇതിൻ്റെ പുതിയ ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പേർപ്പിളിൽ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. NYBൻ്റെ നല്ലൊരു ഷെയ്ഡാണ്. അധികം വാഷ് ഔട്ട് ആവാതെ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ഉള്ള നല്ലൊരു ഷെയ്ഡാണ്. നമ്മൾ ഇടുന്ന സമയത്ത് ഒരു വാട്ടറി ഫീൽ ഉണ്ടെങ്കിലും ഒരു 2 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റ് ഫിനിഷോടെ നല്ലൊരു ലിപ്സ്റ്റിക് ഷെയ്ഡായിട്ട് കിട്ടും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ എൻ്റെ ഷെയ്ഡ്. എല്ലാ സ്കിൻ ടോണിനും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രൗണിഷ് ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഈ ലിപ്സ്റ്റിക്ക് തന്നെയാണ് ബ്ലഷും ഐഷാഡും ഒക്കെ ആയിട്ട് ചില സമയത്ത് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ചെറിയ ക്വാണ്ടിറ്റിയിലെടുത്ത് അത്യാവശ്യം നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളാരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ലിപ്സ്റ്റിക്ക് തന്നെ ഐഷാഡോ ആയിട്ടും ബ്ലഷൊക്കെ ആയിട്ടും ഇപ്പോഴും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡു കമൻറ്റ്. ഒക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻസിലൂടെ പറയണേ. അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. ഇനി നമുക്കൊരു പൊട്ട് തൊട്ട് ഒരു സിന്ദൂർ കൂടെ വെച്ചിട്ട് നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തിട്ട് വയനാട്ടിലേക്കാണ് പോകുന്നത്. ബാക്കി വിശേഷങ്ങൾ വയനാട്ടിലെത്തിയിട്ട് പറയാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ ബൈ.